അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വിവാദമായ ആശയം ഇങ്ങനെയാണ്. അക്രമ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്ന അമേരിക്കൻ പൗരന്മാരെ എൽ സാൽവഡോറിൽ ജയിലിലടക്കുക. എൽ സാൽവഡോർ പ്രസിഡന്റ് നൈബ് ബുക്കലെയുമായി നടത്തിയ ചർച്ചയിലാണ് ട്രംപ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇത് അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ഭാവിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള കുറ്റവാളികളെ പാർപ്പിക്കാൻ എൽ സാൽവഡോർ 5 മെഗാ ജയിലുകൾ കൂടി നിർമ്മിക്കണമെന്ന് ട്രംപ് ബുക്കലെയോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഈ പ്രസ്താവനകൾ അതിരുകടന്നതായി തോന്നാമെങ്കിലും കുറ്റകൃത്യങ്ങൾക്കെതിരെയും കുടിയേറ്റം തടയുന്നതിലും ട്രംപ് ഭരണകൂടം സ്വീകരിച്ച കർശന നിലപാടിന്റെ പ്രതിഫലനമാണിത്. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് അമേരിക്കൻ പൗരന്മാരെ, പ്രത്യേകിച്ച് രാജ്യത്ത് ജനിച്ചവരെ നാടുകടത്താൻ കഴിയില്ല. കുടിയേറ്റ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വമില്ലാത്തവരെ മാത്രമേ നാടുകടത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് രേഖകളില്ലാത്തവരെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും എൽ സാൽവഡോറിലേക്ക് നാടുകടത്തുന്നത്. എൽ സാൽവഡോറിലെ കുറ്റകൃത്യങ്ങൾ കുറച്ചതിനെ ബുക്കലെയെ പലരും പ്രശംസിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ട്രംപിന്റെ ഭരണകാലത്ത് കുറ്റാരോപിതരായ ഗുണ്ട അംഗങ്ങളെയും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെയും എൽ സാൽവഡോറിലെ മെഗാ ജയിലിലേക്ക് നാടുകടത്തിയിരുന്നു. ഈ ജയിലുകൾ മോശം സാഹചര്യങ്ങൾക്കും സൈനിക രീതിയിലുള്ള കഠിന ശിക്ഷകൾക്കും പേരുകേട്ടതാണ്. അമേരിക്കൻ പൗരന്മാരെ വിദേശത്തേക്ക് അയക്കുന്നത് നിയമപരമായി ബുദ്ധിമുട്ടാണ്. ഭരണഘടന പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. എല്ലാ പൗരന്മാർക്കും ന്യായമായ വിചാരണയും ക്രൂരമായ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണവും ഉറപ്പാക്കുന്നുണ്ട്. ഒരു പൗരനെ വിചാരണ കൂടാതെ വിദേശ ജയിലിലേക്ക് അയക്കുന്നത് ഈ അവകാശങ്ങളുടെ ലംഘനമാണ്. കൂടാതെ ഒരു കുറ്റം വിദേശത്ത് ചെയ്യുമ്പോൾ മാത്രമേ കുറ്റവാളിയെ കൈമാറ്റം ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ സ്വന്തം രാജ്യത്ത് ചെയ്ത കുറ്റത്തിന് പൗരനെ മറ്റൊരു രാജ്യത്തേക്ക് അയക്കാൻ നിയമപരമായി സാധ്യതയില്ല. ട്രംപ് 2018 ഒപ്പുവെച്ച ഫസ്റ്റ് സ്റ്റെപ്പ് ആക്ട് എന്ന നിയമം അനുസരിച്ച് ഫെഡറൽ തടവുകാരെ അവരുടെ കുടുംബങ്ങൾക്ക് അടുത്തുള്ള ജയിലുകളിൽ പാർപ്പിക്കണം. ഏകദേശം 500 മൈലിനുള്ളിൽ ആയിരിക്കണം ഈ ജയിലുകൾ. ഇങ്ങനെ ചെയ്യുന്നത് തടവുകാർക്ക് സാമൂഹികപരവും കുടുംബപരവുമായ പിന്തുണ നൽകാൻ സഹായിക്കും. എന്നാൽ അവരെ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തുള്ള മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്നത് ഈ നിയമത്തിന് എതിരാണ്. പൗരത്വം നേടിയ ശേഷം തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയാൽ അവരുടെ പൗരത്വം റദ്ദാക്കുന്നതിനെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ആലോചിച്ചിരുന്നു. ഇങ്ങനെ പൗരത്വം റദ്ദാക്കപ്പെടുന്നവരെ ഗ്രീൻ കാർഡ് ഉടമകളായി കണക്കാക്കുകയും തുടർന്ന് നാടുകടത്താൻ കഴിയുമെന്നും അവർ വാദിച്ചു. ഇത് വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എങ്കിലും ഭരണകൂടത്തിന്റെ ഈ നീക്കം അപകടകരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും. ജസ്റ്റിസ് സോണിയ സോതാമായോർ പറഞ്ഞത്, സർക്കാരിന്റെ ഈ നീക്കം അമേരിക്കൻ പൗരന്മാരെ അവരുടെ വീടുകളിൽ നിന്ന് പിടിച്ചിറക്കി വിദേശ ജയിലുകളിൽ അടയ്ക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ്. കിൽമാർ ഗാസിയ എന്ന മേരിലാൻഡ് സ്വദേശിയെ എൽ സാൽവഡോറിലേക്ക് നാടുകടത്തി. ഇയാൾക്ക് സംരക്ഷണം ഉണ്ടായിരുന്നിട്ടും ട്രംപും ബുക്കലെയും അയാളെ തിരിച്ചയക്കാൻ തയ്യാറായില്ല. ഇത് നിയമപരമായ പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുക മാത്രമല്ല, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ അമേരിക്കയുടെ പ്രതിച്ഛായയെ മോശമാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ നിയമവാഴ്ചയ്ക്കും ഭരണഘടനാപരമായ ജനാധിപത്യത്തിനും പ്രവാസികളുടെ സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ട്രംപിന്റെ ഈ നിർദ്ദേശം ഞെട്ടിക്കുന്നതും അതേസമയം ശ്രദ്ധേയവുമാണ്. അമേരിക്കയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം. ട്രംപിന്റെ ഈ ആശയം ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാമെങ്കിലും ഇത് നിയമപരമായി നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. പൗരത്വത്തിന്റെ നിർവചനം, അവകാശങ്ങൾ, ദേശീയ സുരക്ഷയുടെ പേരിൽ ഗവൺമെന്റിനുള്ള അധികാരം എന്നിവയെക്കുറിച്ച് ഇത് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ ആശയം ഉടൻ നടപ്പിലാക്കാൻ സാധ്യതയില്ലെങ്കിലും നിയമം, ശിക്ഷ, അന്താരാഷ്ട്ര സഹകരണം എന്നിവയെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചിട്ടുണ്ട്. ലോകം കൂടുതൽ ധ്രുവീകരിക്കപ്പെടുമ്പോൾ ഇത്തരം വിഷയങ്ങൾ പ്രധാനമാണ്. ഈ നിർദ്ദേശം നടപ്പിലായാൽ അത് അമേരിക്കയുടെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്നും ലോകരാഷ്ട്രങ്ങൾ ഇതിനെങ്ങനെ നോക്കിക്കാണുമെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.